അമ്മ ചോറെടുത്തേക്ക്. അല്ലോനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വിളമ്പി തിന്നാ പോരെ. ഞാൻ ഇവിടുന്ന് പണിയെടുക്കുന്ന നീ കാണുന്നില്ലേ? ചോറിനെന്താ അമ്മക്ക് അറിയില്ലേ? ഇന്നലത്തെ മത്തി വയറ്റിച്ചുണ്ട്. ഈ മത്തി വറ്റിച്ചും കൂട്ടി ഞാൻ എങ്ങനെ അമ്മ ചോറുന്നാ? ഒരു ചമ്മന്തി അരച്ചു തരുമോ? ഞാനിപ്പോ പണി വിട്ടേച്ചാ എനിക്ക് മാമന്തി അരയ്ക്കാൻ വരിക. സൗകര്യം ഉണ്ടേ ഉള്ളതും കൂട്ടി തിന്നാ. നിങ്ങൾ ഉയർപ്പാട്ടുണ്ടാക്കണ്ട, ഞാനങ്ങ് അരയ്ക്കാം. അല്ലോനെ എനിക്കത് മിക്സിയിൽ അങ്ങിട്ട് അരച്ചാ പോരെ. അത് അമ്മി തന്നെ ഒക്കെ വൃത്തിയേടാക്കണമെങ്കിൽ ഞാൻ ഇപ്പം കൈയിട്ടല്ലേ അക്ക. ഉമ്മ ചമ്മന്തി എന്ന് പറഞ്ഞ സാധനല്ലേ മിക്സിയിൽ അടിച്ച അതിന്റെ ടേസ്റ്റ് ഉണ്ടായില്ല. അതിന് ഈ അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കണം. അത് അമ്മി തന്നെ ഞാൻ ആക്കിയതിൻ്റെ തൊട്ട് എന്നെ ആക്കിയിട്ടില്ല. എന്റെ രസം ഞാൻ അങ്ങ് മാറ്റിത്തരും. ആ പിന്നെ വെണ്ണക്കല്ലിൽ നീട്ടിയരച്ചു വെള്ള ചമ്മന്തി. അച്ഛൻ വന്നു ടേസ്റ്റ് നോക്കി തള്ളക്കടി കിട്ടി. ഏട്ടാ എന്താ പരിപാടി? ചമ്മന്തി അരക്കല്ലേ? അല്ലല്ല, ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ ലോക്കൽ ചമ്മന്തി ഒന്നല്ല. ഞാനേ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാ. അപ്പൊ പുതിയ പുതിയ റെസിപ്പീസ് ഇങ്ങനെ പരീക്ഷിച്ചോണ്ടിരിക്കുക. നടക്കട്ടെ നടക്കട്ടെ. ഒരു കിച്ചൺ എന്റെ കൈമ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടേ അതിലെ A to Z കാര്യല്ലേ ഞാനങ്ങ് കൈകാര്യം ചെയ്യും. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണോ? അല്ല, നോക്കുന്നുണ്ട്. ആണോ? എനിക്കും നോക്കുന്നുണ്ട് കേട്ടോ. ചേട്ടന്റെ ഭാര്യ വരുന്നോൾ എന്തായാലും ഭാഗ്യവതിയാണ് കേട്ടോ. അടുക്കള പണിയെല്ലാം എന്തായാലും ചേട്ടനങ്ങ് എടുക്കല്ലോ. അല്ല അവളെ, നീ പഞ്ചായത്ത് സെൻസസ് എടുക്കാൻ വന്നാണോ അതോ പിന്നെ കല്യാണം ആലോചിക്കാൻ വന്നാണോ? കേട്ടോ, വന്ന കാര്യം വിട്ടുപോയി. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ബിലാല്. നിങ്ങളെ വയസ്സ് എത്രേ? എനിക്ക് 28. എനിക്ക് 25 ആയിക്കേ ഉള്ളൂ കേട്ടോ. ഇതെന്താക്കി ഇട്ടത്? അത് അമ്മിത്തണ. ഇതെങ്ങനെയായിരുന്നു ഇത് അമ്മിത്തണ? ഞാൻ നല്ല വൃത്തിയാക്കി ഇട്ടല്ലേ എന്താക്കിയത്? അല്ലോളെ ഇനി കൊറേ ആരല്ലോ എന്നോട് പേരും വയസ്സൊക്കെ ചോദിക്കുന്നത്. ഇനി ഏതാ? ഉമ്മ, ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വന്നതിന്. നീ എപ്പോഴാണ് പഞ്ചായത്തിലെ സാധനം കൊടുത്ത് അടുക്കളെ കൊണ്ടുവച്ച് എന്റെ ചെറിയോന്റെ മനസ്സൊക്കെ ചോദിക്കോളിനോടുന്ന്. നിങ്ങളെ കല്യാണം കഴിഞ്ഞില്ലല്ലോ, കഴിക്കണ്ട കേട്ടോ. ഇത്തള്ളേനെടുക്ക ഒരു പെൺകുട്ടീനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ആട്ടുംകുട്ടിയിൽ പുലിക്കുട്ടീനെ കൊണ്ടിട്ടേനോട്ടാ. കഴിക്കാത്തതാ നല്ലത്. വാ നമുക്ക് പോവാ. ഒരു ഒദ്യാർക്കൊല്ലാത്തൊരു ചെറിയോള്. ചെറിയോളെ വർത്താനം കേട്ടില്ലെങ്കിൽ ഇറച്ചിമെന്ന് അങ്ങനെ പേടിക്കുക. എന്റെ പൊന്നുമ്മ, എന്റെ ഇത്രയും വലിയ പ്രായത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി എന്റെ മുഖത്തൊക്കെ ഇത്തിരെങ്കിലും ഒരു ഇഷ്ടത്തോടു കൂടി സംസാരിച്ച്. അതാ ഒരു പെൺകുട്ടി. എന്റെ മോന്റെ സൗന്ദര്യം കണ്ടാല് പൂകാൻ പോലത്തെ പെൺകുട്ടികൾ ഓടി വരികയല്ലേ എന്റെ അടുത്തേക്ക്. പൂവാൻ പായം പോലത്തെ പെൺകുട്ടികളെ അത് ഉഞ്ച വയ്യ പാഞ്ഞു വരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞു പൂവാൻ പായം പോലത്തെ പെൺകുട്ടികളെ മാലയും പൊട്ടിച്ചൊക്കെ ഞാൻ ഓടേണ്ടി വരും. ഞാൻ ഓലിഞ്ച വയ്യ പാഞ്ഞു വരും. തള്ളൊന്നും സമ്മതിക്കേ ഇല്ല.